ഊഷനിലെ എൻ്റെ ജീവിതത്തിൽ ഈ പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ നല്ല വ്യക്തിത്വങ്ങളുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഊഷനിൽ അറിയപ്പെടുന്ന മിസ്സിസ് പൊന്നുപിള്ള, അതുപോലെ തന്നെ ജോർജ് മണ്ണിക്കരോട്ട്, ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് പെരുമാറാനും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നാം എന്താണ് യഥാർത്ഥത്തിൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, വ്യക്തിപരമായ ജീവിതം മാത്രമല്ല, നമുക്കെന്തെങ്കിലും സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കണമെന്ന് പൊതുപ്രവർത്തനം എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവതും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും എന്നിൽ ഇങ്ങനെ അത് ഒരു ഉൾപ്രേരണ പോലെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് തന്നെ എല്ലാവരും ഒരുപക്ഷെ ചിന്തിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല. എൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയ ചിന്താ രീതിയൊക്കെ കൊണ്ടുവരാനും അത് മറ്റുള്ളവരോട് പറയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം എനിക്ക് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളി അസോസിയേഷൻ്റെ ഒരുപാട് കമ്മിറ്റികളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെയ്യാവുന്നതുപോലെ എൻ്റെ കഴിവിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇവിടെ സാഹിത്യ സംഘടനകളുണ്ട്. നമ്മുടെ ഊഷനിൽ തന്നെ 2 സാഹിത്യ സംഘടനകളുണ്ട്. ഒരു കേരള റൈറ്റേഴ്സ് ഫോറം, അതുപോലെ തന്നെ മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക. ഞാൻ മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിൽ പലപ്പോഴും മലയാളം സൊസൈറ്റിയിലാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കുന്ന സമയത്തെല്ലാം ഞാൻ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ പോകാറുണ്ട്. മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക എല്ലാ മാസത്തെയും മീറ്റിങ്ങിൽ കൂടുമ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് അവരുടെ ഒരു 20ാമത്തെ വർഷം ആഘോഷിച്ചു. അതിന് വേണ്ടി ഒരു സാഹിത്യ സമാഹാരം അന്ന് പുറത്തിറക്കുകയുണ്ടായി. എൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് എനിവേ, ആ പുസ്തകം 10-16 പേരുടെ സാഹിത്യരചനകൾ കോർത്തിണക്കിയുള്ള ഒരു പുസ്തകമായിരുന്നു. അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി പത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ന്യൂസ് എഡിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒക്കുന്നിടത്തോളം പൊതുപരിപാടികളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ സെക്രട്ടറി ജോർജ് പുത്തൻകുരിശ്, അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ജെയിംസ് ചെറുതടത്തിൽ മുതലായ ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് പോകുന്നു. നല്ല രീതിയിലുള്ള ചർച്ചകൾക്ക് ശേഷമുള്ള ചർച്ചകളും ഒക്കെ നടത്തി ഞങ്ങളിങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ എൻ്റെ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ കവിതകൾ പോലെ ആയിരിക്കണമെന്നില്ല. മനുഷ്യരെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കനൽ, ഒരു ചെറിയ തീനാളം ഇട്ടുകൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ എഴുതുന്നത് തന്നെ. ഉദാഹരണത്തിന്, പറയാതെ വയ്യനിക്കൊരുവട്ടം ഈ ലോക പരമാർത്ഥ കാര്യങ്ങൾ അല്പമായി, പരമാണു പൊരുളിനെ അറിയാതെ മർത്യരിന്ന് അധമലോകത്തിൻ്റെ സാക്ഷികളായി. ഇങ്ങനെ ഉള്ള കാര്യം, അറിവ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ്. പുതിയ പുതിയ അറിവുകൾ നാം നേടുന്നതനുസരിച്ച് നമ്മുടെ ജീവിത ശൈലി മാറുകയും നമ്മുടെ ചിന്താരീതി മെച്ചപ്പെടുത്തുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതാണ് ഞാൻ സാധാരണ കവിതകളിൽ കൂടെ
ഞാൻ ചെയ്യാറുള്ളത്. ഇനിയും തുറന്നുള്ള പല കൊച്ചു കവിതകളിൽ കൂടെ ഞാൻ നിങ്ങളോട് സംവദിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.